നമസ്കാരം. ന്യൂസ് മലയാളം ക്രോസ് ഫയറിൽ നമുക്കൊപ്പം ശ്രീ ഇ.പി. ജയരാജൻ. സ്വാഗതം സഖാവേ. നമസ്കാരം. പാർട്ടിക്കകത്തും പുറത്തും ദുർബലപ്പെടുത്താൻ ശ്രമം നടന്നു, ഗൂഢാലോചന നടന്നു എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. അതിൽ കുറച്ചുകൂടി ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നുന്നു. പാർട്ടിക്കകത്ത് ദുർബലപ്പെടുത്താൻ ശ്രമം എന്നുള്ളത് കൊണ്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് അങ്ങനെ ഒരു ശ്രമം നടന്നു എന്നാണ് ഉദ്ദേശിച്ചത്? ആ കേട്ടത് വളരെ തെറ്റാണ്. പാർട്ടിക്കകത്ത് നിന്ന് എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് അത് തെറ്റായ തരത്തിൽ കാര്യങ്ങൾ വ്യാഖ്യാനിച്ച് ഈ പ്രചരണം സംഘടിപ്പിക്കുന്ന രീതി ഒരു തെറ്റായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഒരു ആവർത്തനയാണിത്. അതുകൊണ്ട് നിങ്ങൾ എവിടുന്ന് കേട്ടു, എന്ത് ധരിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തികച്ചും തെറ്റാണത്. ദുർബലപ്പെടുത്താനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ എവിടെ ദുർബലപ്പെടുത്താൻ? പാർട്ടിക്കകത്ത് നിന്നൊരു പ്രശ്നവുമില്ല. ഇല്ല. പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കലാണ് എനിക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം. അത് ഈ വലതുപക്ഷ ശക്തികളും വർഗീയ ശക്തികളും വലതുപക്ഷങ്ങൾ മാധ്യമങ്ങൾ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തന രീതിയുമാണത്. അതിൻ്റെ ഭാഗമാണത്. കൃത്യമായി പറഞ്ഞാൽ അത് എവിടെ നിന്നാണ് ആ ശ്രമങ്ങൾ ഉണ്ടാകുന്നത്? അത് എല്ലാ കാര്യങ്ങളും എല്ലാ അവസരത്തിലും പറയേണ്ടതല്ല. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ പറയാം. നിങ്ങൾക്കിത് സംബന്ധിച്ച് എന്തെങ്കിലും അന്വേഷിക്കാനോ കണ്ടെത്താനോ സാധിച്ചാൽ നല്ലത്. ആത്മകഥയുടെ കാര്യത്തിൽ DC ബുക്സുമായി കരാറില്ല എന്ന് രവി DC പോലീസിന് മുന്നിൽ മൊഴി കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഗൂഢാലോചനയിൽ DC ബുക്സ് പങ്കാളിയായിട്ടുണ്ടോ? അതെ, ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി അറിവുണ്ടെങ്കിൽ എനിക്ക് ബോധ്യപ്പെട്ടാലേ പറയൂ. സംശയത്തിൻ്റെ മുനയിൽ നിർത്തി ഒരാളെ ഞാൻ കുറ്റവിചാരണ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളെയല്ല. ഇവിടെ ഉള്ളൊരു പ്രശ്നം, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ആത്മകഥ പൂർത്തിയായിട്ടില്ല. ഞാൻ ഒരു പ്രസാധകർക്കും അത് കൊടുത്തിട്ടില്ല. പക്ഷെ ഒരു ദിവസം രാവിലെ ഈ ദൃശ്യമാധ്യമങ്ങളിൽ ഈ വാർത്ത പ്രത്യക്ഷപ്പെടുക എന്ന് മാത്രമല്ല, ആ ദിവസമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ദിവസമാണ്. ആ തെരഞ്ഞെടുപ്പ് ദിവസം ഒരു ബോംബ് പൊട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാണ് മാധ്യമങ്ങൾ കൊടുത്ത തലക്കെട്ട് തന്നെ. അപ്പോൾ എങ്ങനെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ അതിലില്ലാത്തൊരു ഭാഗം ഇങ്ങനെ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ തന്നെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഭാഷാശുദ്ധി വരുത്തി എഡിറ്റ് ചെയ്ത് തയ്യാറാക്കാൻ വേണ്ടി ദേശാഭിമാനിയിലെ ഒരു പ്രാപ്തനായ ഒരു പത്രപ്രവർത്തകനെ ചുമതലപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒഴിവ് സമയങ്ങളിലൊക്കെ അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാരാണ്? അത് അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പം അദ്ദേഹത്തെ കുറ്റവിചാരണ ചെയ്യേണ്ട കാര്യം കൂടി ഇല്ലല്ലോ. ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചോദിക്കുകയും പറയുകയും ചെയ്യുന്നതല്ലേ നല്ലത്. A or B ആരായാലും ഒരാൾ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹത്തെ ഞാൻ വിളിച്ചു, എങ്ങനെയാണ് ഇങ്ങനെ വന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാനിത് കണ്ട ഉടനെ തന്നെ എൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ ഇങ്ങോട്ട് വന്ന് ഇതിൻ്റെ പ്രസാദനം തരുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അവരോടൊന്നും ഇത് തീരുമാനിച്ചിട്ടില്ലെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ നിങ്ങളെ സഹായിക്കാം, അപ്പോൾ ഈ എഡിറ്റ് ചെയ്യാനൊക്കെ സഹായിക്കാമെന്ന് DC ബുക്സിലൊരു ഉദ്യോഗസ്ഥൻ ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തിൻ്റെ സഹായം സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സഹായം സ്വീകരിച്ചതാണെങ്കിൽ ഇങ്ങനെ വരാൻ പാടില്ലല്ലോ. അവരോട് ഒന്ന് അടിയന്തരമായി എന്നെ വിളിക്കാൻ പറ. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ DC ബുക്സിൻ്റെ ഓഫീസിൽ നിന്നൊരു സ്ത്രീ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു പുസ്തകം, ഞാൻ പ്രസിദ്ധീകരിക്കാത്തൊരു പുസ്തകം, ഞാൻ ആർക്കും പ്രസിദ്ധീകരണത്തിനുള്ള അവകാശം കൊടുത്തിട്ടില്ല, പകർപ്പവകാശം കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഈ പ്രസിദ്ധീകരിക്കുന്നത്? തികച്ചും തെറ്റായിട്ടുള്ള നടപടി. എങ്ങനെയാണ് പ്രസിദ്ധീകരിക്കുന്നത് എന്ന് മാത്രമല്ല, പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ, അന്ന് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം ഞാൻ അവരോട് ചോദിച്ചു, ഇന്ന് 10:30 മണിക്ക് ഞാൻ എഴുതുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്താൻ നിങ്ങളെ ആരും അധികാരപ്പെടുത്തിയത്? അതിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നോ?
10:30 അതിൻ്റെ പ്രകാശനമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റയിൽ തലേന്ന് തന്നെ ഉണ്ടായിരുന്നു, പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് എൻ്റെ സഖാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഇല്ല. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം അതൊരു വിശ്വസനീയമായ വാർത്തയായിട്ട് ആർക്കും തോന്നുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊന്നും പക്ഷെ അറിഞ്ഞുകൂടാ. DC യുടെ ഇൻസ്റ്റ ID നിന്നാണ് അത് പോസ്റ്റ് ചെയ്തത്. അവരെന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇതിൻ്റെ പ്രധാന ഇൻ്റർവ്യൂ എവിടെയാണ് ഉള്ളത്, അദ്ദേഹത്തിനൊന്ന് കൊടുക്കും. അപ്പോൾ പറഞ്ഞു അദ്ദേഹം ഇവിടെയില്ല, അദ്ദേഹം വിദേശത്താണ്. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അടിയന്തരമായും അദ്ദേഹത്തോട് എന്നെ വിളിക്കാൻ പറയണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിളിച്ചു. അദ്ദേഹത്തോട് ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ ഇത് പ്രസിദ്ധീകരിച്ചതായി കാണുന്നു? അദ്ദേഹം പറഞ്ഞു സാർ എനിക്കറിഞ്ഞുകൂടാ, ഞാനത് അന്വേഷിച്ചിട്ട് പറയാം. പിന്നെ അയാൾ എന്നെ വിളിച്ചിട്ടില്ല. അതാണ് ഉണ്ടായിട്ടുള്ള സംഭവം. അപ്പോൾ ഞാൻ അധികാരപ്പെടുത്താത്ത, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നൊരു പുസ്തകം, ആ പുസ്തകത്തിൻ്റെ മുഖവുര, ആമുഖം, അതിൻ്റെ ഹെഡ്ലൈൻ, അതിൻ്റെ കവറ്, അതിൻ്റെ പേജ്, ഇതെല്ലാം നിശ്ചയിച്ചൊരു പുസ്തകം തയ്യാറാക്കിയിട്ടല്ലേ ഇതിൻ്റെ പ്രസിദ്ധീകരണം. എന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ പാർട്ടി സംഘടനാ രീതി അനുസരിച്ച് പാർട്ടി അംഗങ്ങൾ ഇത്തരം കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന് പാർട്ടിക്ക് കൊടുത്ത് പാർട്ടിയുടെ അനുവാദമായിട്ടേ പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ ഇത് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു? അതിനൊന്നും ഒരു മറുപടിയും എന്നോട് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പോൾ തന്നെ ഇതൊരു ക്രിമിനൽ കുറ്റമാണ്, നിയമവിരുദ്ധമായ നടപടിയാണ്, ഇതൊരു എഴുത്തുകാരനോട് കാണിക്കുന്ന തെറ്റായിട്ടുള്ള നിലപാടാണ്, ഇത് പല കോടതികളും ഇത്തരം കാര്യങ്ങളിൽ ശാസിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്, പെനാൽറ്റി അടച്ച് ശിക്ഷ കൊടുത്ത കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് സമഗ്രമായൊരു അന്വേഷണം വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ പോലീസ് DGPക്ക് പരാതി കൊടുത്തു. അപ്പോഴേക്കും എനിക്ക് അറിയാൻ കഴിഞ്ഞ്, ഞാൻ മറ്റു മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ വാർത്ത ആദ്യം വന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ദൃശ്യമാധ്യമങ്ങൾ വാർത്ത കൊടുത്തത്. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇങ്ങനെ വന്നു. സാധാരണഗതിയിൽ ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ളൊരു പത്രം, ഞാൻ ഇതുവരെ അത് മനസ്സിലാക്കിയിട്ടൊരു നിലവാരമുള്ള പത്രമെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പത്രം എങ്ങനെ ഒരു ആധികാരികതയില്ലാത്ത ഇത്തരം വാർത്തകൾ കൊടുത്തത്? അത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ സാധാരണഗതിയിലൊന്നും അത് പ്രസിദ്ധീകരിക്കുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അപ്പോൾ ഇതൊരു ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയാണ്. അതിൽ ടൈംസ് ഓഫ് ഇന്ത്യക്ക് പങ്കുണ്ട് എന്നാണോ? ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നു വാർത്ത, ഇനി അവർ വ്യക്തമാക്കേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ആസൂത്രിതമായൊരു ഗൂഢാലോചനയാണ്. രണ്ടാമത്തെ കാര്യം, ടൈംസ് ഓഫ് ഇന്ത്യയും മറുപടി പറയേണ്ടതല്ലേ? 13-ാം തീയതി തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഈ വാർത്ത പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരമൊരു വാർത്ത പ്രസിദ്ധീകരിച്ച് ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിനെ അലങ്കോലപ്പെടുത്തുക, CPM-നെയും ഇടതുപക്ഷ മുന്നണിയെയും അലങ്കോലപ്പെടുത്തുക, പാർട്ടി പ്രവർത്തകരിലും വോട്ടർമാരിലും ഒരു വല്ലാത്തൊരവസ്ഥ, അങ്കലാപ്പുണ്ടാക്കുക, ഇതൊരു പ്ലാൻ ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. രണ്ടാമത്തെ കാര്യം, ഇത് എൻ്റെ അനുഭവത്തിൽ ഇത് ആദ്യത്തതല്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ഞാൻ വോട്ട് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ എന്നോട് പത്രക്കാർ ചോദിച്ചു, അവർ 2 ദിവസം മുമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണം എൻ്റെ ജാവേദ് കർ വന്ന് കണ്ടതാണ്, ജാവേദ് കറുമായി കൂടിയാലോചന നടത്തി എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത പ്രസിദ്ധീകരിക്കുകയായിരുന്നു. അവരെന്നെ കണ്ടു, ഞാൻ വോട്ട് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കെന്താ കളവ് പറയേണ്ട കാര്യം? 1.5 വർഷം മുമ്പ്, തെരഞ്ഞെടുപ്പിൻ്റെ 1.5 വർഷം മുമ്പ് ഞാനിവിടെ തിരുവനന്തപുരം ആക്കുളത്ത് എൻ്റെ മകൻ്റെ വീട്ടിലുള്ളപ്പോൾ അത് നാഷണൽ ഹൈവേയുടെ അരികത്താണ്. ആ ഫ്ലാറ്റിലേക്ക് എന്നെ പരിചയപ്പെടാനെന്ന് പറഞ്ഞിട്ടാണ് ജാവേദ് കർ വരുന്നത്. ജാവേദ് കർ വന്നപ്പോൾ തന്നെ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ജാവേദ് കർ വന്ന് ഇപ്പോൾ പറഞ്ഞു ഞാൻ നിങ്ങളെ പരിചയപ്പെടാനാണ്, ഞാൻ ഇവിടുത്തെ ഈ BJPയുടെ ഒരു പ്രധാനത്തോ അവരെ പ്രഭാരിയെന്നോ മറ്റോ പറയും, ഇതൊരു അവരുടെ ഒരു നേതാവാണ്, അതിൻ്റെ ഒരു ചുമതലക്കാരനാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ വന്നിട്ട് ഞാനത് രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ടിട്ടുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുമ്മയെ കണ്ടിട്ടുണ്ട്, VD സതീശനെ കണ്ടിട്ടുണ്ട്, ഞങ്ങളെല്ലാ രാഷ്ട്രീയ നേതാക്കളെയും കാണുകയാണ്. അപ്പോഴാണ് നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞത്, ഒന്ന് പരിചയപ്പെടാമെന്നാണ്. നല്ല സന്തോഷം പറഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് ഞാനും അദ്ദേഹവും പിരിഞ്ഞു. ആ വാർത്ത എങ്ങനെയാണ് പ്രസിദ്ധീകരിച്ചത്? ഏതാണ്ട് അതിൻ്റെ തലേ ദിവസം ഞാനുമായി ചർച്ച ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ മാധ്യമങ്ങളൊക്കെ വാർത്തയുണ്ടാക്കിയത്. അന്ന് രാവിലെയാണ് ഈ പ്രചരണം നടത്തിയത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം, അത് എൻ്റെ ഒരു അനുഭവം ഉണ്ട്,
ഇത് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം അന്ന് തന്നെ രാവിലെ. അപ്പോൾ ഇതെല്ലാം നിരീക്ഷിക്കുന്ന അവസരത്തിൽ ഇത് ആസൂത്രിതമായിട്ടുള്ളൊരു ഗൂഢാലോചനയാണ്. ഇതിൻ്റെ പിന്നിൽ വലിയ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു നിരീക്ഷണം. ടൈംസ് ഓഫ് ഇന്ത്യക്ക് ടൈംസ് ഓഫ് ഇന്ത്യ ഈ വാർത്ത കൊടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ അതിന് ഗൂഢാലോചനയിൽ ടൈംസ് അവർക്കും ഓഫ് പങ്കുണ്ട്. ഇന്ത്യയുമായി ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി പോകേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഞാൻ DGP കൊടുത്തിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ പേരുണ്ട്. ഇത് ഈ പരാതി ഞാൻ ഈ പരാതി കൊടുത്തതിന് ശേഷമാണ് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ആദ്യം വന്നതെന്ന് ഞാൻ അറിയുന്നത്. ഞാൻ ഈ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടു, അവരുമായി സംസാരിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു. ഇത് പിന്നീടാണ് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ആദ്യം വന്നത്. അത് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വരണമെങ്കിൽ അത് ചെറിയ തോതിലുള്ള ഇടപെടൽ കൊണ്ടൊന്നും വരില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള ഒരു പത്രം ഇതിൽ ഭാഗമായി തീർന്നത്? എങ്ങനെയാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം അധികാരപ്പെടുത്താത്ത ഒരാൾ പ്രസിദ്ധീകരിക്കുന്നത്? അതിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതാത്ത കാര്യം അതിലുണ്ടെന്ന് എങ്ങനെയാണ് പറയുക? അപ്പോൾ ഇത് ഒരു പ്ലാനാണ്, ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയാണ്, ഒരു കോൺസ്പിറസിയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് കൊണ്ടുള്ള പോലീസ് നടപടി ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പുറത്തു വന്നിരിക്കുന്ന എല്ലാ വിവരങ്ങളും അത് താങ്കൾ പറയാത്ത കാര്യങ്ങളാണോ? അതായത് അതിൻ്റെ ഉള്ളടക്കത്തിലുള്ള ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല എന്നാണോ പറയുന്നത്? ഞാൻ എഴുതിയ കാര്യമല്ല വന്നിട്ടുള്ളത്. ഒന്നുമല്ല, ഞാൻ എഴുതിയ കാര്യമല്ല. ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ ആകെ 2 വാചകങ്ങളിലേ ഇവിടെ വന്നിട്ടുള്ളൂ. ബാക്കി എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഒന്നും എങ്ങനെയാ പറയുക? ഞാൻ എഴുതിയ കാര്യമല്ല ഈ ദൃശ്യമാധ്യമത്തിൽ വന്നിട്ടുള്ളത്. അത് ബോധപൂർവം ഉണ്ടാക്കി പ്രചരിപ്പിച്ചിട്ടുള്ളതാണ്. എന്തെങ്കിലും തരത്തിൽ ഈ ഏൽപ്പിച്ച ആളുടെ കയ്യിൽ നിന്നോ മറ്റോ ചോർന്നു പോയിട്ടുണ്ടോ? ഏൽപ്പിച്ച ആളുകളുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകുകയല്ല. അങ്ങനെ ചോർന്നാൽ പോലും ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ലല്ലോ. പാടില്ല. അങ്ങനെ ചോർന്നു എന്ന സംശയം ചോർന്നാൽ പോലും ഇതെങ്ങനെയാ പ്രസിദ്ധീകരിക്കുക? അത് വേറെ വിഷയം. അങ്ങനെ ചോർന്നു പോകേണ്ട കാര്യം എന്താ? ഒരു പുസ്തകം എഴുതുന്ന ഒരാൾ പുസ്തകം എഴുതുന്നു. ആ പുസ്തകം ചോർത്തേണ്ട കാര്യം എന്താ? അങ്ങനെ ചോർത്തിയിട്ട് അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ മറവിൽ ഇവിടെ നടന്നിട്ടുള്ളൊരു കോൺസ്പിറസിയാണിത്. അതാണ് അതിൻ്റെ വിഷയം. ഇതിനെക്കുറിച്ച് ഇപ്പോൾ പോലീസിൽ പരാതി കൊടുത്തു. പാർട്ടിക്കകത്ത് പരാതി കൊടുത്തിട്ടുണ്ടോ? പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? പാർട്ടി അന്വേഷിക്കേണ്ട കാര്യം ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളതല്ല. അത് ഞങ്ങൾ പാർട്ടിക്കാർ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ തിരുത്തുക. പാർട്ടിയിൽ പറയേണ്ട കാര്യം ഞാൻ പാർട്ടിയിൽ പറയേണ്ട കാര്യം പാർട്ടി പറയും. പാർട്ടി പറയുന്ന കാര്യം നിങ്ങളോട് പറയാനുള്ളതല്ല, അത് പാർട്ടി പറയാനുള്ളതാണ്. പൊതുജനങ്ങളോട് പറയാനുള്ള കാര്യമാണ് നിങ്ങളോട് മാധ്യമക്കാരോട് പറയുന്നത്. ഈ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം രവി DC താങ്കളെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. നാട്ടിൽ വന്നതിന് ശേഷവും പോലീസിൽ മൊഴി കൊടുത്തതിന് ശേഷം ഒന്നും വിളിച്ചിട്ടില്ല. ഈ ആത്മകഥ എഴുത്ത് അതിപ്പോഴും പുരോഗമിക്കുന്നുണ്ടോ? പിന്നെന്താ സംശയം? ഞാൻ നിശ്ചയിച്ചതുപോലെ എൻ്റെ ആത്മകഥ പൂർത്തിയായിട്ടില്ല. അതിങ്ങനെ എഴുതി കാര്യങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഞാനത് പൂർത്തിയാക്കി അടുത്ത 2ാം ഭാഗത്തിലേക്ക് പിന്നീട് എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യും. ഈ വർഷം പുറത്തിറക്കുമോ? അത് പൂർത്തീകരിച്ചാൽ ഒന്ന് ഞാൻ പറഞ്ഞാൽ മാത്രം പോരെ. എൻ്റെ പാർട്ടി രീതി അനുസരിച്ച് പാർട്ടിയുടെ അനുമതി ഉണ്ടായാലേ പ്രസിദ്ധീകരിക്കാൻ പറ്റൂ. അപ്പോൾ അത് തയ്യാറാക്കി കഴിഞ്ഞാൽ കൊടുക്കും. അത് ആർക്കാണ് അതിൻ്റെ പ്രസിദ്ധീകരണ ചുമതല തീരുമാനിച്ചിരിക്കുന്നത്? ആർക്കുമില്ല. തീരുമാനമായിട്ടില്ല എന്നാണോ? അതോ ആർക്കുമില്ല. അതെങ്ങനെ തീരുമാനമാകുക എന്ന് പറഞ്ഞാൽ ആ തീരുമാനം പറഞ്ഞാൽ അത് ആവില്ലല്ലേ? അല്ല, അത് ആരെയായിരിക്കും, ഏത് പ്രസിദ്ധീകരണ കമ്പനി ആയിരിക്കും ഏൽപ്പിക്കാന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. എൻ്റെ മാതൃഭൂമിക്കാർ വന്നിരുന്നു. മാതൃഭൂമിയിൽ എൻ്റെ പല സുഹൃത്തുക്കളുണ്ട്. അവർ തന്നെ ഞങ്ങളിവിടെ പ്രസിദ്ധീകരിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ എഴുതി പൂർത്തിയാക്കട്ടെ, എന്നിട്ട് ഇത് മുഴുവൻ ഞാനൊന്ന് നോക്കട്ടെ, അതിനുശേഷം പാർട്ടി അനുവാദം വാങ്ങട്ടെ, അതിനുശേഷം ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കാം. അതിന് ആമുഖവും മുഖപുരയും ടൈറ്റിലും അതിൻ്റെ കവർ പേജുകളും ഒക്കെ ഒന്ന് തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം ആർക്കാണെന്നുള്ള കാര്യം നിശ്ചയിക്കുക. DC ബുക്സിൻ്റെ ആളുകൾ സമീപിച്ചിരുന്നു. എൻ്റെ ഫോണിലാണ്. എനിക്ക് ഫോണിൽ ഇങ്ങനെ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, പൂർത്തിയായി കഴിഞ്ഞാലേ അതിന് നടപടി കഴിഞ്ഞാലേ പിന്നെ പ്രസിദ്ധീകരിക്കാൻ പറ്റൂ. ആ കാര്യം അവരോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ചില സ്വകാര്യ ഏജൻസിക്കാർ ഞങ്ങൾ പ്രസിദ്ധീകരിക്കട്ടെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എല്ലാവരോടും പറഞ്ഞിട്ടുള്ള മറുപടി ഒന്നാണ്,
ഇനി ഈ വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇനി ഡി സിക്ക് കൊടുക്കുമോ? അതൊന്നും ഇപ്പോൾ ഒരു പ്രസക്തിയുള്ള ചോദ്യമല്ല. സാമാന്യഗതിയിൽ നിങ്ങളാണെങ്കിൽ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ? എൻ്റെ ഞാനാണ് സ്ഥാനത്ത് നിങ്ങളാണ് ധരിക്കൂ. ഞാനാണെങ്കിൽ അതിനൊരു മറുപടി ഉണ്ടാവും. ആ ആ മറുപടി ഇതിൻ്റെ ഭാഗമാക്കിക്കൊള്ളൂ. അതെങ്ങനെ ആക്കും? ആ സാധാരണഗതിയിൽ ആ. ഞാൻ ഡി സി ബുക്സ് ഞാൻ പറയാത്ത കാര്യങ്ങൾ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയെയും ഞങ്ങളെയും എൽ ഡി എഫിനെയും എല്ലാം തോൽപ്പിക്കാൻ, പരാജയപ്പെടുത്താനും ആ തെരഞ്ഞെടുപ്പിൽ അലങ്കോലം ഉണ്ടാക്കാനും തെറ്റായൊരു വാർത്ത കൊടുത്ത് പ്രസിദ്ധീകരിച്ചു. അവരുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ കാര്യങ്ങൾ വന്നു. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നൊരു പുസ്തകം, അതിൻ്റെ പ്രസാധനം 13-ാം തീയതി 10:30 മണിക്ക് ഇവർക്കാർക്ക് അധികാരം കൊടുത്ത്, ഇവർക്ക് എന്താ അതിൻ്റെ അധികാരം? എത്ര നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ്. നമ്മൾ അതല്ലേ കാണേണ്ടത്. എത്ര തെറ്റായ നടപടിയാണ് സ്വീകരിച്ചത്. അപ്പോൾ ഡി സി ഏൽപ്പിക്കില്ല ഇനി? അല്ല, അതിപ്പോൾ പ്രസക്തിയുള്ളതല്ല. അങ്ങനെയുള്ള ഒരു വിശ്വാസമില്ലാത്ത ഒരു കൂട്ടർ ആരെങ്കിലും ഏൽപ്പിക്കുമോ? ഇല്ല. സാധാരണഗതിയിൽ ഇന്ന് മാത്രമല്ല, അത് PDF-ലല്ലേ അതിൻ്റെ ഇത് കൊടുത്തത്. സാധാരണ ഒരു പ്രസാധകർ അങ്ങനെ ചെയ്യൂ? നിങ്ങൾ പ്രസാധകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്ന ഒരു പുസ്തകത്തിൻ്റെ കോപ്പി വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും വാട്സപ്പിൽ PDF-ൽ കൊടുക്കില്ല. എല്ലാവർക്കും എടുക്കാമല്ലോ അവിടുന്ന്. അപ്പം അങ്ങനെ കൊടുത്തത് തന്നെ എന്താ? അതിൽ ദുരുദ്ദേശപരമായ നിലപാടുണ്ട്. അതെല്ലാം അന്വേഷണത്തിൽ പുറത്തു കൊണ്ടുവരണം, നടപടി സ്വീകരിക്കണം. ഇത്തരത്തിലൊരു തെറ്റായ നിലപാടുകൾ ആരും തന്നെ തുടരാൻ പാടില്ല. അതിൻ്റെ ഒരു നിലപാടായിട്ട് ഇതിൻ്റെ അന്വേഷണങ്ങളും നടപടികളും വരുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. തുടർച്ചയായി പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നത്, സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാതിരുന്നത്, അതൊക്കെ ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങളോട് ആര് പറഞ്ഞു ഇത്? ഞാൻ പങ്കെടുക്കേണ്ടെടുക്കുന്ന സ്ഥലത്തെല്ലാം ഞാൻ കൃത്യമായി പങ്കെടുക്കുന്നുണ്ട്. പരിപാടി പങ്കെടുക്കേണ്ടെടുക്കുക ഞാൻ പരിപാടി പങ്കെടുക്കുന്നുണ്ട്. വിട്ടുനിന്നിട്ടില്ല. എനിക്കെന്താ വിട്ടു നിൽക്കേണ്ട കാര്യം? അത്തരത്തിലായിരുന്നു വാർത്തകൾ. അങ്ങനെ നിങ്ങൾ എന്തൊക്കെ വാർത്ത കൊടുത്തിട്ടുണ്ട്? എന്നെക്കുറിച്ച് എന്തെല്ലാം വാർത്ത കൊടുത്തിട്ടുണ്ട്? എത്ര കാലമായി തുടങ്ങിയിട്ട്? നിങ്ങളുടെ മാധ്യമക്കാർ തൃശ്ശൂരിലെ ശോഭാ സിറ്റിയിൽ അവിടെ എനിക്ക് വീടുണ്ടെന്ന് എഴുതിയവരല്ലേ? പിണറായി വിജയൻ അവിടെ തൃശ്ശൂരിൽ വലിയൊരു ബംഗ്ലാവ് ഉണ്ടെന്ന് എഴുതിയവരല്ലേ? എൻ്റെ വീടിൻ്റെ മുമ്പിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് എഴുതിയവരല്ലേ? യന്ത്രക്കല്ല് കൊണ്ടാണ് ഞാൻ വീട് നിർമ്മിക്കുന്ന എഴുതിയവരല്ലേ? എന്തെല്ലാം എഴുതിയിട്ടുണ്ട്? ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്തൊക്കെ എഴുതിയിട്ടുണ്ട്? എത്ര കാലമായി? എന്തിനാ ഈ വേട്ട? അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ CPM-നെ തകർക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. എങ്കിലും അതിൽ താങ്കളെ മാത്രം തെരഞ്ഞു പിടിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ അടുത്ത കാലത്ത്? എന്നെ മാത്രമല്ലല്ലോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വേട്ടയാടാൻ തുടങ്ങിയ കാലത്തിൽ പല മൺമറഞ്ഞു പോയ നേതാക്കന്മാരെ എത്ര കാലം വേട്ടയാടിയിട്ടുണ്ട്. അഴീക്കോടിനെ വേട്ടയാടിയിട്ടില്ലേ? ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ താങ്കൾക്ക് പാർട്ടിയുമായ ഒരു അസ്വാരസ്യം? എന്നെ മാറ്റിയിട്ടില്ലല്ലോ. എന്നെ മാറ്റിയത് നിങ്ങളോട് ആര് പറഞ്ഞു? ആരെങ്കിലും പറഞ്ഞോ മാറ്റിയത്? നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം, നിങ്ങൾക്ക് പറയാം. എന്നെ മാറ്റിയിട്ടില്ല. എനിക്കുള്ള പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എനിക്ക് ആ ചുമതല നിർവഹിക്കാൻ കഴിയാതെ വരുന്നു. സ്വാഭാവികമായി പകരം ഒരാളെ കാണും. അതിനെന്താ തെറ്റ്? അതിനെ നിങ്ങളെന്താക്കി? മാറ്റിയെന്നാക്കി. നിങ്ങൾ മാറ്റിയെന്ന് എഴുതിക്കോ. ഞാനതിന് വലിയ വില കൽപ്പിക്കുന്നില്ല. കാരണം എനിക്കും എൻ്റെ പാർട്ടി സഖാക്കൾക്കും എൻ്റെ പാർട്ടി ഘടകത്തിനും എല്ലാ കാര്യങ്ങളും അറിയാം. ഈ ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞത് അത് ഏതെങ്കിലും തരത്തിൽ ആ നടപടിയിലേക്ക് എത്തിച്ചു എന്തിനൊരു മാധ്യമങ്ങൾ? അത് അതാണ് അതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ. രാഷ്ട്രീയ നേതാക്കന്മാർ ആരെല്ലാം കാണും? ആരെല്ലാമായി സംസാരിക്കും? അത് തെറ്റായി പോയി എന്ന് ഒരു വിലയിരുത്തൽ പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല. മാത്രം ഞാൻ ആരെല്ലാം കണ്ടിട്ടുണ്ട്? ഏതെല്ലാം നേതാക്കന്മാർ എന്നെ കാണാൻ വന്നിട്ടുണ്ട്? അത് രാഷ്ട്രീയത്തിലുള്ളതാണ്. ഇത് വ്യാഖ്യാനിക്കുകയാണ്. ആ വ്യാഖ്യാനിക്കുന്നത് ദുരുദ്ദേശപരമായി വ്യക്തിഹത്യക്കും പാർട്ടിയെ തകർക്കാനുമുള്ള ലക്ഷ്യമാണ്. ഈ പാലക്കാടത്തെ തിരഞ്ഞെടുപ്പ് പരാജയം, ഇടതുപക്ഷത്തിനുണ്ടായ പരാജയം, ഇപ്പുറത്ത് UDF-നുണ്ടായ വലിയ വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. ആ വിജയത്തെ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഫലമായി ഉണ്ടായ വിജയം എന്നാണ്
ആദ്യഘട്ടത്തിൽ തന്നെ വിലയിരുത്തുന്നത്. അത്തരത്തിൽ ഒരു വിലയിരുത്തലിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പോകുന്നത് ശരിയാണോ പാർട്ടി? അങ്ങനെ ന്യൂനപക്ഷത്തിൻ്റെ വിജയമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. SDP പാലക്കാട് വർഗീയ തെരഞ്ഞെടുപ്പിൽ കക്ഷികളുമായുള്ള സംഭവിച്ചത് കൂട്ടുകെട്ടിൽ ആ കൂടി വർഗീയ ഉണ്ടാക്കിയ കക്ഷികൾ എന്ന് പറയുന്നത് ന്യൂനപക്ഷമാവില്ല. അതാ വ്യത്യാസം. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സ്വാധീനം വർദ്ധിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് UDF അവിടെ ജയിച്ചത്? ഇപ്പോൾ BJPക്കകത്ത് പ്രശ്നങ്ങളാണ്. BJPയിലെ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ്. അതിൽ കാരണം BJPക്കാട് അകത്തുള്ള ചേരിയാണ്. അവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ലീഡറായിട്ടാണ്. അതിനെതിരായിട്ട് മറു ഗ്രൂപ്പുണ്ട്. അവർ ശക്തമായിട്ട് അതിനെ എതിർത്തു. ആ ഗ്രൂപ്പുമായിട്ട് UDF ഐക്യമുണ്ടാക്കി. അവരുടെ വോട്ട് ചില്ലറയും മൊത്തവുമായിട്ട് പണം കൊടുത്തും പ്രവർത്തിപ്പിച്ചും ആ വോട്ടുകൾ വാങ്ങി. BJPയുടെ വോട്ട് എങ്ങോട്ട് പോയി? UDFയിലേക്ക് പോയി. ഒന്ന്, അത് BJPയുടെ വോട്ട് വാങ്ങിയതാണ്. BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗവുമായിട്ടുണ്ടാക്കിയ കൂടിയാലോചനകളുടെയും ചർച്ചകളുടെയും ഭാഗമായി രൂപപ്പെടുത്തിയതാണ്. രണ്ടാമത്തെ കാര്യം, ജമാഅത്തെ ഇസ്ലാമി, SDPI. ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഇന്ത്യയിൽ ഇസ്ലാം രാഷ്ട്രം സ്ഥാപിക്കലാണ്. RSSൻ്റെ ലക്ഷ്യം ഹിന്ദു രാഷ്ട്രമാണ്. ഈ രണ്ട് കക്ഷികളോടും എങ്ങനെ ഒരുമിച്ച് കൂട്ടുകൂടാൻ പറ്റും? അതാ കോൺഗ്രസ് എല്ലാ വർഗീയ ശക്തികളെയും പീഡിപ്പിക്കുകയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും SDPIയുമായിട്ടും ധാരണയുണ്ടാക്കിയില്ലേ? അവർ ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായി പ്രവർത്തിച്ചില്ലേ? UDFൻ്റെ സ്ക്വാഡ് വർക്കിൽ പങ്കെടുത്തില്ലേ? UDFൻ്റെ വീടുകൾ കയറ്റത്തിൽ പങ്കെടുത്തില്ലേ? ഇതിപ്പോൾ തുടങ്ങിയതല്ല. തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ അവർ ഇതാണ് ചെയ്തത്. ചേലക്കരയിലെ ഇടതുപക്ഷത്തിന്റെ ജയം കൊണ്ട് മാത്രം അവിടെ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തില്ല എന്ന് വിലയിരുത്താനാകുമോ? പിന്നെ എന്താ സംശയം? ഒരു ഭരണവിരുദ്ധ വികാരമില്ല. ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ഇടതുപക്ഷ മുന്നണി കൂടുതൽ കരുത്ത് നേടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ 3 തെരഞ്ഞെടുപ്പിൻ്റെയും ഫലം. തുടർഭരണം കിട്ടും എന്നാണ്. ജനങ്ങളുടെ കൈവശമാണ്. ആ ജനങ്ങൾ വിധിയെഴുതും അവരുടെ അനുഭവത്തിൽ. ഒന്നാം പിണറായി ഗവൺമെൻറ് ജനങ്ങളുടെ അനുഭവത്തിൽ ജനങ്ങൾ വിധിയെഴുതി 2ാം ഗവൺമെൻറ്റിലേക്ക് വന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിലേക്ക് വരും, ശക്തിപ്പെടും. ഇന്ത്യയിൽ കോൺഗ്രസ് തകരുകയാണ്. പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് EPയെ പ്രതീക്ഷിക്കാമോ ഇനി? ഞാൻ നേരത്തെ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞു, പ്രായം കഴിഞ്ഞു. ഇനി പുതിയ ന്യൂ ജനറേഷൻ ധാരാളം ചെറുപ്പക്കാരുണ്ട്. നല്ല പ്രാപ്തിയും കരുത്തുമുള്ള ബുദ്ധിശാലികളായ ചെറുപ്പക്കാരുണ്ട്. അവർക്ക് വേണ്ടി വഴികൾ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് നേതൃത്വം സ്വീകരിക്കുന്നത്. ഞാൻ അങ്ങനെ സ്വീകരിക്കുന്ന ഒരാളാണ്. സംഘടനാ തലത്തിൽ കൂടുതൽ ചുമതലകൾ അതിന് തയ്യാറാണോ? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് മനസ്സിലാക്കുന്നവർക്കറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ ഒന്നിച്ചു ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകം തീരുമാനമെടുത്ത് പറഞ്ഞാൽ അത് ഓരോരുത്തരും അംഗീകരിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ സംഘടനാ രീതി അനുസരിച്ച് ഓരോരുത്തരുടെയും സേവനം എങ്ങനെ പാർട്ടിക്ക് ഉപയോഗിക്കണം എന്ന് കണ്ടെത്തി അവർക്ക് ചുമതല കൊടുത്ത് അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കും. ആ പ്രവർത്തനങ്ങൾ ആകെ ഏകോപിപ്പിക്കുകയാണ് പാർട്ടി മൊത്തം ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ പാർട്ടി എന്നെ ഏതെല്ലാം തരത്തിൽ പ്രവർത്തന രംഗത്തിറക്കണം, ചെയ്യിപ്പിക്കണം എന്ന് തീരുമാനിച്ച് എന്നോട് പറയും, ഞാനത് ചെയ്യും. അത് ഓരോ പാർട്ടി അംഗവും നിർവഹിക്കേണ്ട ദൗത്യമാണ്. ഒരു നേതാവെന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി കിട്ടുന്നത് പാർലമെന്ററി ജനാധിപത്യത്തിൽ നിൽക്കുമ്പോഴാണോ അതോ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുമ്പോഴാണോ? പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ ശക്തിപ്പെടുത്താനുള്ളൊരു ഉപകരണമാണ്. ഞങ്ങൾ ഈ പാർലമെൻറ്റ് ജനാധിപത്യം ആ ജനാധിപത്യ വ്യവസ്ഥക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ട് ജനതാൽപര്യം സംരക്ഷിച്ചുകൊണ്ട് ജനശക്തിയെ സമാഹരിക്കുക. ആ ജനശക്തിയെ സമാഹരിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം നേടാനാണ് പാർലമെൻറ്റിൽ പോകുന്നത്, ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്, ഭരണം നടത്തുന്നത്, പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. വളരെയധികം നന്ദി. വളരെ സന്തോഷം.